മുത്ത. അപ്പം ഇന്ന് കലാശക്കോട്ട നടന്നത് അല്ലേ, എന്താണ് പറയാനുള്ളത്? ഇന്ത്യയിലെ ഒരു ഭരണമാറ്റം ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രത്തെ മതത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും ഡിവൈഡ് ചെയ്തുകൊണ്ട് കുത്തക മുതലാളികൾക്കും അദാനിക്കും ഇന്ത്യയെ തീരെഴുതിയ മോദിക്കെതിരെയുള്ള ഭരണത്തിൽ അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയത മറയാക്കിക്കൊണ്ട് തന്നെ സ്വന്തം അഴിമതി മൂടിവെക്കുന്ന പിണറായി വിജയനുള്ള മറുപടി തന്നെയായിരിക്കും 20-20 എന്ന രീതിയിൽ കേരളം കൊടുക്കാൻ പോകുന്നത്. ശ്രീ മുൻ IASന്റെ ഇന്ത്യൻ ഷാർജ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റും ഇൻഗാസ് UAEയുടെ ജനറൽ സെക്രട്ടറിയുമായ ജാബർ, ഈ ആവേശം കാണുമ്പോൾ കണ്ണൂരിൻ്റെ നഗരവും പറയുന്നു കെ സുധാകരൻ 1 ലക്ഷം വോട്ടിൽ അണികൾ പറഞ്ഞിട്ട് 3 ലക്ഷം പറയുന്നുണ്ടായിരുന്നു. അല്ല, 3 ലക്ഷം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. 1 ലക്ഷം വോട്ടിന് തീർച്ചയായിട്ടും കെ സുധാകരൻ ജയിക്കുമെന്ന് ഈ നഗരം എന്ന് പറയുകയാണ്. ഈ നഗരത്തിലെ കലാശക്കൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ആവേശം ചെറുപ്പക്കാരിൽ അതുപോലെ തന്നെ ആബാലവൃദ്ധൻ ജനങ്ങളിലൂടെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ജൂൺ 4 കാണാം. കഴിഞ്ഞ ഭൂരിപക്ഷത്തിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം സുധാകരയുടെ അത് ഉറപ്പാണ്. ഇന്നതിന് തെളിവാണ് ജനങ്ങൾ കാണിക്കുന്നത്. അപ്പം ഇന്ന് കലാശക്കൊട്ട് കഴിഞ്ഞു അല്ലേ, എന്താണ് പറയാനുള്ളത്? ഇരട്ടി മധുരം, കഴിഞ്ഞ വർഷത്തേതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കെ സുധാകരൻ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഇന്ന് കണ്ണൂരിൽ കണ്ട കൊട്ടിക്കലാശത്തിൻ്റെ മുന്നേറ്റം. ഭൂരിപക്ഷം നിശ്ചയിക്കുന്നുണ്ടോ? ഭൂരിപക്ഷം 1 ലക്ഷത്തിൻ്റെ മുകളിൽ. 1 ലക്ഷത്തിന് മുകളിൽ. ഇത് തന്നെ ഒരുപാട് പ്രതീക്ഷയാണ്. അപ്പോൾ 1 ലക്ഷത്തിന് മേലുള്ള ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും സുധാകരനെ നമ്മൾക്ക് ഡൽഹിയിൽ കാണാം. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്? ഇന്നതിനേക്കാൾ ഏറെ ഭൂരിപക്ഷം ഈ വർഷം നേടും. യെസ്, സുധാകരൻ കി ജയ്, സുധാകരൻ കി ജയ്, സുധാകരൻ കി ജയ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടാവും. എന്താ പറയുന്നത്? ജയിക്കും 2 ലക്ഷം. അപ്പോൾ കോൺഗ്രസ്സുകാർ സുധാകരൻ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് കലാശക്കോട്ടമാണ് നടക്കുന്നത്. 3 ലക്ഷം വോട്ട് ജയിക്കുന്ന പറയുന്നത് 3 ലക്ഷം ജയരാജീവ് വയ്ക്കില്ല. ജയരാജീവ് വയ്ക്കില്ല. അതെയോ?
Thank you.